കഴിഞ്ഞ 8 വർഷമായി കേരളക്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഏകദേശം ഇതുപോലൊരു വിധി തന്നെ ആയിരിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. പറയൂ, വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇന്ന് കോടതിയിൽ എന്തൊക്കെ നടന്നു? അമൃത, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കുറേയധികം ആളുകൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന രൂപത്തിലേക്ക് കേസ് എത്തിയിരിക്കുന്നു, അതിന്റെ വിധി എത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടി ഈ സമയത്ത് കാണണം. കുറെ അധികം ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വസ്തുതയുണ്ട്, അല്ലെങ്കിൽ ഒരു അവരുടെ പ്രസ്താവനയുണ്ട്. അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ദിലീപിനെ അകാരണമായി കുറ്റം ചുമത്തി ജയിലിൽ അടച്ചു, അല്ലെങ്കിൽ ഈ കേസിൽ പ്രതി ചേർത്തു എന്നതുൾപ്പെടെയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഒരു വശത്ത് വരുമ്പോൾ അതല്ല വസ്തുത, അതല്ല. അതിനകത്ത് കൃത്യമായി തെളിവുകളുണ്ട്. ദിലീപ് കൊട്ടേഷൻ നൽകുകയും അതിനനുസരിച്ച് ബലാത്സംഗ കൊട്ടേഷൻ എന്നുള്ള നിലയ്ക്ക് പൾസർ സുനി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസ് കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു. ഒരു പദ്ധതി രൂപപ്പെടുത്തി അത് നടപ്പാക്കി കൃത്യമായി തന്നെ അതിന്റെ പ്രതിഫലം വാങ്ങാതെ വന്നപ്പോഴാണ് പിന്നീട് ദിലീപിന്റെ പങ്ക് കത്തുകളായും മറ്റു ജയിലിൽ നിന്നുള്ള വിശദാംശങ്ങളായും ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ കേസ് തെളിയിക്കപ്പെടുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷന്റെ വാദത്തിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു കാമ്പ് എന്ന് പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോടതിയിൽ ഈ കേസ് വരുമ്പോൾ പ്രോസിക്യൂഷന്റെ വാദം വളരെ പ്രധാനമാണ്. പ്രോസിക്യൂഷൻ വാദിച്ച കുറെ അധികം കാര്യങ്ങൾ, തെളിവുകൾ നിരത്തി അത് പ്രൂവ് ചെയ്യുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, വേണ്ടത്ര ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ്. അതിനർത്ഥം കുറെ കൂടി ആഴത്തിൽ നോക്കുമ്പോൾ ആദ്യം നൽകിയ കുറ്റപത്രം 6 പേർക്കെതിരെ 6 പേരെ ഈ സംഭവത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും നടിയെ വാഹനത്തിന്റെ പുറകിൽ വണ്ടി ഇടിപ്പിക്കുകയും അവിടെ നിന്ന് അവരുടെ വാഹനത്തിലേക്ക് കയറിയിരുന്ന് പിന്നീട് മണിക്കൂറുകളോളം അതിജീവിതയെ ഈ കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹനത്തിലിട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നതുൾപ്പെടെയുള്ള ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1-ാം പ്രതി പൾസർ സുനി, മാർട്ടിൻ, അങ്ങനെ ആ പ്രദീപ് വരെയുള്ള 6 പ്രതികൾ, അവർ ആ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തി. അതിനുശേഷം പിന്നീട് വരുന്ന ദിലീപ് ഉൾപ്പെടെ, ശരത് ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെ കോടതി വെറുതെ വിടുകയും ചെയ്യുന്നു. അങ്ങനെ അതിനർത്ഥം കുറെ കൂടി നോക്കുമ്പോൾ ആ പിന്നീട് പ്രതി ചേർത്ത അല്ലെങ്കിൽ അധികമായി സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രതികൾ, അവർക്ക് തെളിവുകളുടെ അഭാവത്തിൽ ഇതിനകത്ത് നിന്ന് കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിടുന്ന ഒരു ഗൗരവ സ്വഭാവത്തിലുള്ള, അതായത് കോടതി തന്നെ പറയുന്നു അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ആ കേസ് കഴിഞ്ഞ്, അതിന്റെ വിധി പ്രസ്താവം കഴിഞ്ഞ് വലിയ ആളുമാരവുമായി അഭിഭാഷകർക്ക് നടുവിൽ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന ദിലീപ് പറയുന്നു താനും ഇരയാക്കപ്പെട്ടതാണ്. അതായത് മഞ്ജു വാര്യരുടെ പേര് മാത്രമാണ് ഇന്ന് ദിലീപ് ആകെ പറഞ്ഞത്. മഞ്ജു എന്നു മുതലാണ് ഇതിനകത്ത് തനിക്കെതിരെ ഒരു ഗൂഢാലോചനയുണ്ട്, അല്ലെങ്കിൽ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു ഗൂഢാലോചനയുണ്ട്, അത് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞോ, ആ നിമിഷം മുതലാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും കുറേയധികം മാധ്യമങ്ങളും കുറേയധികം തൽപര കക്ഷികളും തനിക്കെതിരെ ചില ഗൂഢാലോചന സിദ്ധാന്തം, തന്റെ കരിയർ ഇല്ലാതാക്കാൻ, തന്റെ ജീവിതം ഇല്ലാതാക്കാൻ, തന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കാൻ, തന്റെ പദ്ധതികൾ ഇല്ലാതാക്കാൻ, തന്നെ ഇല്ലാതാക്കാൻ കുറേയധികം ആളുകൾ നടത്തിയ ഗൂഢാലോചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ രൂപത്തിൽ ഈ കേസിൽ താൻ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ വിശ്വസിച്ച് കൂടെ നിന്ന് കുറേ അധികം ആളുകൾ, അഭിഭാഷകരുടെ പേര് പറയുന്നു, കൂടെ നിന്ന സുഹൃത്തുക്കളുടെ, കുടുംബത്തിന്റെ, വെൽവിഷേഴ്സിന്റെ, ആരാധകരുടെ ഒക്കെ പേര് പറഞ്ഞ് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ കേസിൽ ഇനി നിയമ നടപടികൾ അവസാനിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാര്യം സംസ്ഥാനം തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംസ്ഥാന നിയമമന്ത്രി പി രാജീവ് തന്നെ പറയുന്നു സംസ്ഥാനം അതിജീവിതയ്ക്കൊപ്പമാണ്. കൃത്യമായി തന്നെ മേൽക്കോടതിയിൽ, ഹൈക്കോടതിയിൽ അപ്പീൽ പോകും. അങ്ങനെ അപ്പീൽ പോകുമ്പോൾ ഈ കോടതിയുടെ വിശദാംശങ്ങൾ കൂടി ലഭ്യമായാൽ അതിനകത്ത് വസ്തുതാപരമായ പിശകുകളുണ്ടെങ്കിൽ, പ്രോസിക്യൂഷന്റെ കൃത്യമായ വാദങ്ങളെ കോടതി അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യമായി അപ്പീൽ പോയാൽ ഒരുപക്ഷേ ആ വിചാരണ കോടതിയുടെ, ജില്ലാ കോടതിയുടെ വിധിപ്പകർപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകളുണ്ടെങ്കിൽ അത് സെറ്റസൈഡ് ചെയ്യാനും റദ്ദാക്കാനും പുതിയ വാദം തുടങ്ങാനും ആ രൂപത്തിൽ കേസിന്റെ മെറിറ്റിലേക്ക് കൂടുതൽ ഭരണഘടനാ സാധ്യതകളോടുകൂടി കോടതിക്ക്, പ്രത്യേകിച്ച് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഭരണഘടനാ കോടതികൾക്ക് ആ നിരീക്ഷണങ്ങളിലേക്ക് എത്താനും കഴിയും. അതിനുള്ള വാതിൽ ഇതിനകം തന്നെ മന്ത്രിയുടെ പ്രസ്താവനയോടുകൂടി തുറന്നിട്ടിരിക്കുന്നു. മറ്റു ചില കോണുകളിൽ നിന്ന് കുറേയധികം വാദങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ്. അതായത് ദിലീപ് കുറ്റക്കാരനായിരുന്നില്ല, ദിലീപിനെ പ്രതി ചേർക്കാൻ, ദിലീപിനെ ഇല്ലാതാക്കാൻ കുറേയധികം ആസൂത്രണ പദ്ധതിയോടുകൂടി നടപ്പാക്കിയ ഒരു കുറ്റകൃത്യം എന്നുള്ള നിലയ്ക്ക് ദിലീപ് അതിനകത്ത് പെട്ടുപോയി എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് കോടതിയുടെ വളപ്പിന് പുറത്ത് കുറേയധികം ആളുകൾ മധുരപലഹാരം വിതരണം ചെയ്ത് അവരുടെ പ്രത്യേകമായ ഒരു അഭിനിവേശത്തോടുകൂടി ദിലീപിനെ ചുറ്റും നൽകി, ദിലീപിനെ ആരവം വിളിച്ച് അവിടെ സ്വീകരിച്ച ആലുവയിലെ വീട്ടിൽ വരെ നമ്മൾ കണ്ടതാണ്. ദിലീപ് പോകുന്ന വഴികൾ മുഴുവൻ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് പോയത്. അങ്ങനെ നോക്കുമ്പോൾ ദിലീപിന്റെ ആളുകൾ പറയുന്ന ആ രൂപത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ അപ്പുറത്ത് തന്നെ വളരെ വൈകാരികമായി ഒരു പരാതി നൽകിയത് പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന ഈ അതിജീവിത തന്നെ
അതിജീവിത തന്നെ ഇതിനകത്ത് ഒരു വനിതയാണ്. അപ്പുറത്ത് വാദിച്ചത് ഈ കേസുമായി അതിജീവിതയുടെ അഭിഭാഷക എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് മിനി, അവരൊരു വനിതയാണ്. ഈ ജില്ലാ കോടതിയിൽ വിധി പറഞ്ഞത് ഒരു വനിതയാണ്. എന്നിട്ടും ഒരു സ്ത്രീക്ക്, ഒരു അതിജീവിതയ്ക്ക് നീതി എവിടെയെന്ന് വൈകാരികമായി പ്രതികരിച്ച ആളുകളുണ്ട്. ആ രൂപത്തിൽ നോക്കുമ്പോൾ ഇതിപ്പോ നീതി ആയിട്ടില്ല, അല്ലെങ്കിൽ അതിജീവിതയുടെ കഴിഞ്ഞ 8 വർഷത്തെ കാലത്തെ പോരാട്ടങ്ങൾക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്നുൾപ്പെടെ നിരീക്ഷിക്കുന്ന ആളുകളുമുണ്ട്. എന്തായാലും വളരെ സങ്കീർണമായ കുറേയധികം സബ് ലെയേഴ്സ് ഉള്ള ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് അതിന്റെ അന്തിമഘട്ടം ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അവിടെ തെറ്റുകയാണ്. ഇനി കുറെ കൂടി വലിയ കോടതികളിലേക്ക്, ഭരണഘടനാ കോടതികളിലേക്ക് ഇതിന്റെ നിയമ പോരാട്ടം പോവുകയാണ്. അമൃത.